അല്ല നിയാസ് സാറേ, മാർച്ച് പകുതിയായല്ലോ. നമ്മുടെ ബാച്ചുകളൊക്കെ ഫൗണ്ടേഷന്റെ ബാച്ചുകൾ എപ്പോഴും തുടങ്ങുന്നത്? ആ അതിന് വെറും 4 ദിവസം മാത്രം നമുക്ക് ബാക്കിയുള്ളത്. മാർച്ച് 18-ാം തീയതി നമ്മുടെ CBSE 10ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ബാച്ച് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത് ശരി, പോവാണ്. അപ്പൊ ഇനി 2-3 ദിവസം ബാക്കിയുള്ളൂ അല്ലേ? അത് യെസ്. ശരി. അപ്പോ ബാക്കി ബാച്ചുകളൊക്കെ എങ്ങനെയായിരുന്നു? ബാക്കിയുള്ള ബാച്ചുകളൊക്കെ നമുക്ക് ഇനി നമ്മുടെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. എയ്ത്തിന്റെയും എയ്ത്ത്. ടെൻത്തിന്റെ സ്റ്റേറ്റും എയ്ത്തും നയൻത്തും ഒക്കെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക്. അതുപോലെ 6-7 നമ്മൾ ഇപ്രാവശ്യം പുതുതായി അത് തുടങ്ങുന്നുണ്ട് അല്ലേ, നമുക്ക് ഫൗണ്ടേഷൻ? ഇപ്രാവശ്യത്തെ ഒരു പുതിയ അതെ. ടീമായിട്ട്. അതെ. അപ്പോൾ മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ 6-7 തുടങ്ങാൻ. യെസ്. അപ്പോൾ ഏതായാലും നമ്മളെ ഒരുപാട് സ്റ്റുഡൻസ് അന്വേഷിച്ചിരുന്നു, നമ്മുടെ യൂട്യൂബിലൊക്കെ പരിചയമുള്ള ഒരുപാട് സ്റ്റുഡൻസ് അന്വേഷിച്ചിരുന്നു എപ്പോഴാണ് ഫൗണ്ടേഷൻ ബാച്ച് തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ടെൻത്തിൻ്റെ CBSE ബാച്ച് നമ്മൾ 2-3 ദിവസം കൊണ്ട്, അതായത് മാർച്ച് 18-ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ ടെൻത്തിൻ്റെ സ്റ്റേറ്റും എയ്ത്ത് നയൻത്ത് സ്റ്റേറ്റും CBSEയും ഏപ്രിൽ ഫസ്റ്റ് വീക്കും. അതേപോലെ 6-7 ക്ലാസ്സുകൾ നമ്മൾ മെയ് ഫസ്റ്റ് വീക്കിലും നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിലൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഏർലി ബേർഡ് ഓഫർ. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് നമ്മുടെ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ ഓഫർ മാർച്ച് 31 വരെ അല്ലേ, മാർച്ച് പകുതി വരെ അല്ല, മാർച്ച് അവസാനം വരെ എന്തുണ്ട്, നമ്മുടെ ഏർലി ബേർഡ് ഓഫേഴ്സ് വാലിഡ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം തൊട്ട് തന്നെ വളരെ അടിപൊളിയായി പഠിച്ച് മുന്നോട്ട് പോകാം.